ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ലെറ്റ്സ് ലേൺ വിത്ത് മീ. ഞാൻ സുജിത ശിവദാസ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് എവിടെയായിരുന്നു? നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷനാണ്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനാണ് ഇപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പാർട്ടുകളെ പറ്റിയായിരുന്നു അല്ലേ? 2 പാർട്ടുകൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു, ഫസ്റ്റ് പാർട്ട് ആൻഡ് സെക്കൻഡ് പാർട്ട്. ഫസ്റ്റ് പാർട്ടിൽ എന്തായിരുന്നു പറഞ്ഞിരുന്നത്? യൂണിയൻ ആൻഡ് ഇറ്റ്സ് ടെറിട്ടറീസ്, യൂണിയനും അതിൻ്റെ ഭൂപ്രദേശങ്ങളും. രണ്ടാമത്തെ പാർട്ടിൽ പൗരത്വത്തിനെ പറ്റിയിട്ട്, സിറ്റിസൺഷിപ്പിനെ പറ്റിയിട്ടായിരുന്നു പറഞ്ഞത്. ഫസ്റ്റ് പാർട്ടിൽ എത്ര ആർട്ടിക്കിൾ ഉണ്ടായിരുന്നു? 1 to 4. രണ്ടാമത്തെ പാർട്ടിൽ 5 to 11. ആർട്ടിക്കിൾ 5 മുതൽ ആർട്ടിക്കിൾ 11 വരെ. അപ്പോൾ നമ്മളിനി മൂന്നാമത്തെ പാർട്ടിലേക്ക് കിടക്കുകയാണ്. വെരി 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 ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ് മൂന്നാമത്തെ പാർട്ട്. അതിൽ മെൻഷൻ ചെയ്യുന്നത് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എന്താ അതിനത്ര ഇമ്പോർട്ടൻസ് എന്ന്. ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആണ്. പാർട്ട് 3 അടങ്ങിയിട്ടുള്ളത് ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. അപ്പോൾ ഈ ഫണ്ടമെൻ്റൽ റൈറ്റ്സിനെ പറ്റി, മൗലികാവകാശങ്ങളെ പറ്റി പറയുന്നതിന് മുൻപ് നമ്മൾ ആദ്യം ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗം പറയുന്നതിന് ആദ്യത്തെ ആ ഒരു പാർട്ടിൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എഴുതപ്പെട്ട ഏറ്റവും വലിയ ഭരണഘടനയാണ് നമ്മുടെ ഇന്ത്യൻ ഭരണഘടന. അതുപോലെ എഴുതപ്പെട്ട ഏറ്റവും ചെറിയ ഭരണഘടനയാണ് അമേരിക്കൻ ഭരണഘടന എന്നൊക്കെ ഓർമ്മയുണ്ടോ? അപ്പോൾ ആ ഒരു അമേരിക്കൻ ഭരണഘടനയെ പറ്റി പറയുമ്പോൾ ഞാനൊരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏറ്റവും പഴക്കം ചെന്ന ഭരണഘടനയാണ്, എഴുതപ്പെട്ട ഭരണഘടനയാണ് ഏത്? അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഈ ഒരു അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് നമ്മൾ ഈ ഒരു മൗലികാവകാശങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത്. അതിന് പ്രത്യേകതകളുണ്ട്. അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആകെ അമെൻഡ് ചെയ്തിട്ടുള്ളത്, ഭേദഗതി ചെയ്തിട്ടുള്ളത് 27 തവണയാണ്. ആകെ 27 തവണയാണ് അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഭേദഗതി ചെയ്തിട്ടുള്ളത്. ആ ഒരു 27 തവണയിൽ ആദ്യത്തെ 10 അറിയപ്പെടുന്നതാണ് ബിൽ ഓഫ് റൈറ്റ്സ് എന്ന്. ആദ്യത്തെ 10 അറിയപ്പെടുന്നത് എങ്ങനെയാണ്? ബിൽ ഓഫ് റൈറ്റ്സ് എന്നുള്ള പേരിലാണ് ഈ ഒരു അമേരിക്കൻ ഭേദഗതികളിൽ ആദ്യത്തെ 10 അറിയപ്പെടുന്നത്. ഈ ഒരു ബിൽ ഓഫ് റൈറ്റ്സിൽ നിന്നാണ് നമ്മുടെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് വന്നിട്ടുള്ളത്. ഈ ഒരു USA ഈ ഒരു ബിൽ ഓഫ് റൈറ്റ്സിൽ നിന്നാണ് നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിൽ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് അല്ലെങ്കിൽ മൗലികാവകാശങ്ങൾ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കാര്യം പറഞ്ഞപ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കിട്ടിയില്ലേ? ആ ഒരു ആദ്യത്തെ 10 ഭേദഗതികളെ പറയുന്ന പേര് ബിൽ ഓഫ് റൈറ്റ്സ് എന്നാണെന്ന് മനസ്സിലായി. അതുപോലെ ഇന്ത്യൻ ഭരണഘടനയിൽ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്നുള്ള ആ ഒരു പാർട്ട് വന്നിട്ടുള്ളത് അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് നമ്മൾ ബോറോ ചെയ്തിട്ടുള്ളതെന്ന് നമുക്ക് മനസ്സിലായി. അങ്ങനെ കുറേ കാര്യങ്ങൾ ഒരു കാര്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലായി അല്ലേ? അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്നുള്ള ആ ഒരു പാർട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഈ ഒരു ഫണ്ടമെൻ്റൽ റൈറ്റ്സ് അറിയപ്പെടുന്നത് മാഗ്ന കാർട്ട ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ മാഗ്ന കാർട്ട എന്നാണ് അറിയപ്പെടുന്നത്. മാഗ്ന കാർട്ട എന്താണെന്നൊക്കെ നമുക്ക് ഇനി വരുന്ന വീഡിയോയിൽ പറയാം. വേൾഡ് ഹിസ്റ്ററി പഠിക്കുന്ന സമയത്ത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അത് എന്താണെന്ന് പറയാം, എങ്ങനെയാണ് മാഗ്ന കാർട്ട വന്നത്, അത് എന്താണെന്നൊക്കെ ആ ഒരു സമയത്ത് പറയാം. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കി വെക്കുക, മാഗ്ന കാർട്ട എന്ന് പറയുന്നത് ദാറ്റ്സ് എ റെക്കോർഡ്. എന്തിൻ്റെ റെക്കോർഡ്? നമ്മളുടെ അവകാശങ്ങളുടെ ഒരു റെക്കോർഡാണ്. ആദ്യമായിട്ട് ഉണ്ടാക്കിയ ഒരു റെക്കോർഡാണ്. അവകാശങ്ങളുണ്ട്, മനുഷ്യന് ഇങ്ങനത്തെയൊക്കെ അവകാശങ്ങളുണ്ട് എന്ന് രേഖപ്പെടുത്തിയ ആദ്യ റെക്കോർഡാണെന്ന് മാത്രം നമ്മൾ മനസ്സിലാക്കി വെക്കുക മാഗ്ന കാർട്ട എന്നുള്ളത്. അപ്പോൾ എന്താ പറഞ്ഞാൽ, ഇന്ത്യയുടെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്ന പാർട്ട് ഏതാണ്? പാർട്ട് 3 ആണ്, ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആണ്. അതുപോലെ തന്നെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ കീ സ്റ്റോൺ, നാഴികക്കല്ല്, ഇന്ത്യൻ ഭരണഘടനയുടെ നാഴികക്കല്ല് എന്നറിയപ്പെടുന്ന ഭാഗം ഏതാണ്? ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആണ്. അതുപോലെ നമ്മൾ ഈ ഒരു ഫണ്ടമെൻ്റൽ റൈറ്റ്സിൻ്റെ ആർട്ടിക്കിൾസ് പറയുന്നതിന് മുമ്പ്, ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഏതൊക്കെയെന്ന് പറയുന്നതിന് മുൻപ് ഇതിൻ്റെ പിതാവ് ആരാണെന്ന് അറിയണം. ഫണ്ടമെൻ്റൽ റൈറ്റ്സിൻ്റെ പിതാവ്, ഫാദർ ഓഫ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, അത് മറ്റാരുമല്ല, സർദാർ വല്ലഭായ് പട്ടേലാണ്. ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്ന സർദാർ വല്ലഭായ് പട്ടേൽ. ഇന്ത്യൻ ബിസ്മാർക്ക്, ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ആര്? സർദാർ വല്ലഭായ് പട്ടേൽ. ഒരു ക്വാട്ട് പറയാം, എനിക്ക് ഒരു കൾച്ചറെ അറിയൂ, അത് അഗ്രികൾച്ചറാണ് എന്ന് പറഞ്ഞത് ആരാണെന്ന് ചോദിക്കുകയാണെങ്കിൽ അതിൻ്റെ ആൻസർ എന്താണ്? സർദാർ വല്ലഭായ് പട്ടേലാണ്. അപ്പോൾ ഇദ്ദേഹത്തിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ ഇപ്പോൾ പറഞ്ഞു, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, അതൊക്കെ നോട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഫണ്ടമെൻ്റൽ റൈറ്റ്സിൻ്റെ ഓരോ ആർട്ടിക്കിളും അതുപോലെ തന്നെ ഓരോ ഫണ്ടമെൻ്റൽ റൈറ്റ്സുമായിട്ട് നോക്കാം. ആദ്യം നമുക്ക് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഏതൊക്കെ നോക്കാം അല്ലേ? ആകെ നമുക്കുള്ളത് 6 ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആണ്. ആകെ എത്ര റൈറ്റ്സ് ആണ്? മുൻപ് 7 ഉണ്ടായിരുന്നു, പക്ഷേ ഇന്ന് നിലവിലുള്ളത് 6 ആദ്യത്തെ നോക്കാം, റൈറ്റ് ടു ഈക്വാലിറ്റി. റൈറ്റ് ടു ഈക്വാലിറ്റി, തുല്യതയ്ക്കുള്ള അവകാശം. ദെൻ സെക്കൻഡ് വൺ, റൈറ്റ് ടു ഫ്രീഡം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. റൈറ്റ് ടു ഫ്രീഡം. ദെൻ തേർഡ് വൺ, റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ, നമ്മളെ എന്താ പറയുക,
എക്സ്പ്ലോയിറ്റേഷൻ എന്ന് പറയുമ്പോൾ നശിപ്പിക്കുക എന്നല്ല, നമ്മളെ എക്സ്പ്ലോയിറ്റ് ചെയ്യാതിരിക്കാനുള്ള, ചൂഷണം ചെയ്യാതിരിക്കാനുള്ള അവകാശം. അതുപോലെ റൈറ്റ് ടു റിലീജിയൻ, റൈറ്റ് മതത്തിനുള്ള അവകാശം. അതൊക്കെ എന്താണെന്ന് നമുക്കിനി വരുമ്പോൾ പറയാം. ആദ്യം ഇതെന്താണെന്ന് മനസ്സിലാക്കുക, റൈറ്റ് ടു റിലീജിയൻ. അടുത്തത് 5ാമത്തെ അവകാശം എന്താണ്? കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്സ്. നമുക്ക് സാംസ്കാരികമായിട്ടും വിദ്യാഭ്യാസപരമായിട്ടുള്ള അവകാശങ്ങൾ 5ാമത്തെ. ദെൻ 6th വൺ കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്, കോൺസ്റ്റിറ്റ്യൂഷൻ ഭരണഘടനാപരമായിട്ടുള്ള അവകാശങ്ങൾ. അപ്പോൾ ഇങ്ങനെ 6 അവകാശങ്ങളാണ്, മൗലികാവകാശങ്ങളാണ് ഇന്ന് ഭരണഘടന നമുക്കായിട്ട് ഉറപ്പ് നൽകിയിട്ടുള്ളത്. എത്രണ്ണാണ്? 6 മുൻപ് 7 ഉണ്ടായിരുന്നു. ദാറ്റ് വാസ് എന്താ പറയുക, മറ്റേ സ്വത്തവകാശമായിരുന്നു മുൻപുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ അത് മാറ്റിയിരിക്കണം. ഇപ്പം അതൊരു ഫണ്ടമെൻ്റൽ റൈറ്റ് അല്ല. അപ്പോൾ ഇങ്ങനെ 6 അവകാശങ്ങളാണ്, 6 മൗലികാവകാശങ്ങളാണ് നമുക്കുള്ളത്. ഏതൊക്കെയാണെന്ന് ഒന്നുകൂടെ പറയാം. റൈറ്റ് ടു ഇക്വാലിറ്റി, തുല്യതയ്ക്കുള്ള അവകാശം. റൈറ്റ് ടു ഫ്രീഡം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ, ചൂഷണം ചെയ്യാതിരിക്കാനുള്ള അവകാശം. അതുപോലെ റൈറ്റ് ടു റിലീജിയൻ, മതപരമായിട്ടുള്ള അവകാശങ്ങൾ. ദെൻ റൈറ്റ്സ് അബൌട്ട് കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്സ്, സാംസ്കാരികപരമായിട്ടും അതുപോലെ തന്നെ വിദ്യാഭ്യാസപരമായിട്ടുള്ള അവകാശങ്ങൾ. ദെൻ ലാസ്റ്റ് വൺ കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്, ഭരണഘടനാപരമായിട്ടുള്ള അവകാശങ്ങൾ. ഇങ്ങനെ 6 അവകാശങ്ങളാണ്, മൗലികാവകാശങ്ങളാണ് നമുക്കുള്ളത്. അപ്പോൾ ഇനി ഏതൊക്കെ ആർട്ടിക്കിളിൽ വരുന്നുണ്ട്, അതുപോലെ തന്നെ ഈ ഓരോ അവകാശങ്ങളുടെ കീഴിലും വരുന്ന ആർട്ടിക്കിളിൽ എന്തൊക്കെ അവകാശങ്ങളാണ് നമുക്ക് വേണ്ടിയിട്ട് ഉറപ്പ് നൽകിയിട്ടുള്ളത്, ഭരണഘടന ഉറപ്പ് നൽകിയിട്ടുള്ളത് നമുക്ക് നോക്കാം. ദെൻ ആദ്യത്തെ അവകാശം എന്താണ്? റൈറ്റ് ടു ഇക്വാലിറ്റി. അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, 2ാമത്തെ പാർട്ട് എത്രാമത്തെ ആർട്ടിക്കിൾ വെച്ചിട്ടാണ് അവസാനിച്ചത്? 2ാമത്തെ പാർട്ട് ഉൾപ്പെടുന്നത് ആർട്ടിക്കിൾ 5 മുതൽ ആർട്ടിക്കിൾ 11 വരെയാണ്. അപ്പോൾ ആർട്ടിക്കിൾ 11 വരെയാണല്ലോ. അപ്പോൾ ബാക്കി 11 ശേഷം 12, ആർട്ടിക്കിൾ 12 മുതൽ ആർട്ടിക്കിൾ 35 വരെയാണ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഉള്ളത്. എത്ര വരെ? ആർട്ടിക്കിൾ 12 മുതൽ ആർട്ടിക്കിൾ 35 വരെ. അപ്പോൾ ആദ്യത്തെ റൈറ്റ് ടു ഇക്വാലിറ്റി എന്നുള്ള ഈ ഒരു മൗലികാവകാശം വരുന്നത് ആർട്ടിക്കിൾ 14 മുതൽ 18 വരെയാണ്. എത്ര മുതൽ? 14 മുതൽ 18 വരെ റൈറ്റ് ടു ഇക്വാലിറ്റി. അപ്പോൾ എന്തൊക്കെയാണ് ഈ റൈറ്റ് ടു ഇക്വാലിറ്റിയുടെ കീഴെ വരുന്നത് നോക്കാം. ഫസ്റ്റ് വൺ, ആർട്ടിക്കിൾ 14 പറയുന്നത് ഈക്വൽ ബിഫോർ ലോ, നിയമത്തിന് മുൻപിൽ എല്ലാവരും തുല്യരാണ്. ഇതൊക്കെ ഈ ഓരോരോ ആർട്ടിക്കിളും ഈ ഓരോരോ ഭാഗങ്ങളും പ്രത്യേകം എടുത്തു പറയാനുള്ള കാരണങ്ങളൊക്കെ ഇത് കേട്ടാൽ തന്നെ നിങ്ങൾക്കറിയാം. ഈക്വൽ ബിഫോർ ലോ അല്ലെങ്കിൽ നിയമത്തിന് മുൻപിൽ എല്ലാവരും തുല്യരാണ്. മുൻപ് തമ്പുരാക്കന്മാർക്ക് വേറൊരു നിയമം, അതുപോലെ തന്നെ എന്താ പറയുക, മറ്റേ ആൾക്ക് എന്താ പറയുക, പണിക്കാർക്ക് എന്താ പറയില്ലേ, എന്തോ ആളന്മാർ, അവർക്ക് വേറെ നിയമം, അങ്ങനെയൊക്കെയുള്ള നിയമങ്ങളായിരുന്നില്ലേ. അതൊക്കെ മാറ്റി വെച്ചിട്ട് എല്ലാവർക്കും ഈക്വാലിറ്റി ബിഫോർ ലോ എന്നുള്ളത് കൊണ്ടുവരാൻ കാരണം അത്. ദെൻ അടുത്തത് ആർട്ടിക്കിൾ 15, അബോളിഷൻ ഓഫ് ഡിസ്ക്രിമിനേഷൻ, വിവേചനം ഒഴിവാക്കുക അല്ലെങ്കിൽ വിവേചനം നിഷേധിക്കുക. അപ്പോൾ എന്താണ് ഈ വിവേചനം ഇല്ലാതാക്കുക എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് എന്താ ഇവർ ഉദ്ദേശിക്കുന്നത്? അതായത് ഡിസ്ക്രിമിനേഷൻ അല്ലെങ്കിൽ വിവേചനം പറഞ്ഞാൽ ഒരുപാട് തരത്തിലുള്ള വിവേചനമുണ്ട്. കാസ്റ്റിൻ്റെ പേരിൽ വിവേചനം ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ റിലീജിയൻ്റെ പേരിൽ വിവേചനം ഉണ്ടായിരിക്കാം, ഈവൻ ജെൻഡറിൻ്റെ പേരിൽ വരെ വിവേചനം ഉണ്ടായിരിക്കാം, സ്ത്രീ പുരുഷ വിവേചനം അതും ഉണ്ടായിരിക്കാം. ഇങ്ങനെയുള്ള വിവേചനങ്ങളൊക്കെ ഒഴിവാക്കുക എന്നതാണ് ആർട്ടിക്കിൾ 15 നമുക്ക് തരുന്ന ഷ്യൂരിറ്റി. ദെൻ ആർട്ടിക്കിൾ 16, ഈക്വൽ ഓപ്പർച്യൂണിറ്റി ഇൻ പബ്ലിക് അഫെയേഴ്സ്. അതെന്താ? ഈക്വൽ ഓപ്പർച്യൂണിറ്റി ഇൻ പബ്ലിക് അഫെയേഴ്സ്, എല്ലാ കാര്യത്തിലും ഗവൺമെൻറ്റിൻ്റെ, സർക്കാരിൻ്റെ എല്ലാ കാര്യത്തിലും എല്ലാവർക്കും തുല്യമായിട്ടുള്ള അവസരങ്ങൾ നൽകുക. കാരണം ഇതിനു മുൻപ് ബ്രിട്ടീഷ് ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർക്കൊരു നിയമം, അല്ലെങ്കിൽ ബ്രിട്ടീഷുകാർക്ക് പബ്ലിക് അഫെയേഴ്സിലൊക്കെ ഒരുപാട് വേക്കൻസീസ് ഉണ്ടാവുക, ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവുക, നമ്മുടെ ഇന്ത്യക്കാർക്ക് ഉണ്ടാവാതിരിക്കുക. അങ്ങനെയുള്ള ഒരു ലിമിറ്റേഷൻ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു പ്രശ്നം, ഒബ്സ്ട്രക്ഷൻ ഇനി വരുമ്പോൾ ഇനിയിപ്പോൾ ബ്രിട്ടീഷുകാരല്ലെങ്കിൽ വേറൊരു തരത്തിലും നമ്മുടെ ഇന്ത്യയെ ബാധിക്കരുത്, അല്ലെങ്കിൽ ഇന്ത്യയുടെ അഡ്മിനിസ്ട്രേഷനെയും അതുപോലത്തെ പബ്ലിക് അഫെയേഴ്സിനെയും ബാധിക്കരുത് എന്നുള്ള മുൻകൂട്ടി കണ്ടിട്ടാണ് അവിടെ ഇങ്ങനൊരു ആർട്ടിക്കിൾ കൊണ്ടുവന്നത്. 16ാമത്തെ ആർട്ടിക്കിൾ എന്താണ്? ഈക്വൽ ഓപ്പർച്യൂണിറ്റി ഇൻ പബ്ലിക് അഫെയേഴ്സ്. ദെൻ ആർട്ടിക്കിൾ 17 പറയുന്നത് അബോളിഷൻ ഓഫ് അൺടച്ചബിലിറ്റി, തൊട്ടുകൂടായ്മ ഇല്ലാതാക്കുക അല്ലെങ്കിൽ തൊട്ടുകൂടായ്മ ഇല്ല. ആർട്ടിക്കിൾ 17. ദെൻ ആർട്ടിക്കിൾ 18, എഡ്യൂക്കേഷൻ ഡിഫൻസ്. ഇതൊഴികെ ബാക്കിയുള്ള ഒരു തരത്തിലുള്ള മേഖലകളിലും സർനെയിംസ് ഉപയോഗിക്കാൻ പാടില്ല. എഡ്യൂക്കേഷൻ അതുമല്ലെങ്കിൽ ഡിഫൻസ്, അതായത് ഇപ്പോൾ ആർമിയിലാണെങ്കിൽ
അതിൻ്റെ കൂടെ കേണൽ, ക്യാപ്റ്റൻ എന്നൊക്കെ പറയില്ലേ, ബ്രിഗേഡിയർ എന്നൊക്കെ പറയില്ലേ പേരിൻ്റെ ഫ്രണ്ടിൽ. ഇപ്പോൾ ക്യാപ്റ്റൻ ശിവദാസ് അല്ലെങ്കിൽ ക്യാപ്റ്റൻ സംതിങ്, അങ്ങനെ ഓരോന്ന് പറയുമ്പോൾ ആ സർനെയിംസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ, പേരിൻ്റെ ഫ്രണ്ടിലുള്ള ആ ഒരു ഡിഗ്രി ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ എന്ത് ഡിഗ്രിയാണ്, മറ്റേത് ഡിഗ്രി അവർ ഉദ്ദേശിക്കുന്നത്? ഈ തിരുമനസ് എന്നൊക്കെ പറയില്ലേ, നമ്മൾ വല്ലവരെയും ഇപ്പോൾ ബ്രാഹ്മണന്മാരെ അല്ലെങ്കിൽ രാജാക്കന്മാരെയൊക്കെ തിരുമനസ്, അങ്ങനെ അടിയാളന്മാർക്ക് അടിയാളന്മാർ അങ്ങനെയൊന്നും പറയാൻ പാടില്ല. സർനെയിംസ് ഉപയോഗിക്കാൻ പാടില്ല. എല്ലാവരും തുല്യരാണ്. എക്സെപ്റ്റ് ഇൻ ദ കേസ് ഓഫ് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ BA, MA, അതുപോലെ MEd അങ്ങനെയൊക്കെ പറയുന്നതൊന്നും കുഴപ്പമില്ല. അതല്ലെങ്കിൽ ഡിഫൻസ് ഏരിയാസിൽ പറയുന്ന ക്യാപ്റ്റൻ, അതുപോലെ ജനറൽ, അതൊന്നും പറയുമ്പോൾ കുഴപ്പമില്ല. അല്ലാത്ത പക്ഷം എന്തുപയോഗിക്കാൻ പാടില്ല? സർനെയിംസ് ഉപയോഗിക്കാൻ പാടില്ല. അതാണ് ഇതിൽ പറയുന്നത്, ആർട്ടിക്കിൾ 18 പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് റൈറ്റ് ടു ഇക്വാലിറ്റിയിൽ വരുന്നത്. റൈറ്റ് ടു ഇക്വാലിറ്റി ആർട്ടിക്കിൾ 14 മുതൽ 18 വരെ. ഈ റൈറ്റ് ടു ഇക്വാലിറ്റി അടങ്ങുന്ന ആർട്ടിക്കിൾ ഏതാണെന്ന് ആലോചിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കണ്ടുപിടിച്ചിരുന്ന വഴി, അല്ലെങ്കിൽ ഞാൻ ഉപയോഗിച്ചിരുന്നത് ഇതാണ്. ആർട്ടിക്കിൾ 14 മുതൽ ആർട്ടിക്കിൾ 18 വരെ അല്ലേ. അപ്പോൾ റൈറ്റ് ടു ഇക്വാലിറ്റി 14 ലാ ഉണ്ട്. ഇക്വാലിറ്റി ടീയിൽ എന്തുണ്ട്? 8 ടി ഉണ്ട്. അപ്പോൾ ആ ഇക്വാലിറ്റിയിലാണ് ഞാൻ 14 മുതൽ 18 വരെയെന്ന് ഓർത്ത് വെച്ചിരുന്നത്. പിന്നെ അതിൻ്റെ ഇടയിലുള്ളതൊക്കെ നമ്മൾ ഓർത്ത് വെച്ചേ പറ്റൂ. ഏതൊക്കെയാണ്? ഈക്വൽ ബിഫോർ ലോ ഫസ്റ്റ്, ദെൻ സെക്കൻഡ് വൺ അബോളിഷൻ ഓഫ് ഡിസ്ക്രിമിനേഷൻ, മൂന്നാമത്തത് ഓപ്പർച്യൂണിറ്റി ഇൻ പബ്ലിക് അഫയേഴ്സ്, ഈക്വൽ ഓപ്പർച്യൂണിറ്റി ഇൻ പബ്ലിക് അഫയേഴ്സ്, നാലാമത്തത് അബോളിഷൻ ഓഫ് അൺടച്ചബിലിറ്റി, ദെൻ അഞ്ചാമത്തത് എഡ്യൂക്കേഷനോ ഡിഫൻസോ ഇതൊന്നും ഒഴികെ ബാക്കി എവിടെയും എന്തുപയോഗിക്കാൻ പാടില്ല? സർനെയിംസ് ഉപയോഗിക്കാൻ പാടില്ല എന്ന്. അപ്പോൾ ഒന്നും കൂടെ പറയാം. ചിലപ്പോൾ ഈ ഒരു 14 മുതൽ 18 വരെയുള്ള ഈ ഒരു ആർട്ടിക്കിൾ ചിലപ്പോൾ ഒന്നും കൂടെ പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ചിലപ്പോൾ കയറാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഒന്നും കൂടെ പറയണത്. ആർട്ടിക്കിൾ 14 മുതൽ ആർട്ടിക്കിൾ 18 വരെയാണ് റൈറ്റ് ടു ഈക്വാലിറ്റി എന്നുള്ള ഫണ്ടമെൻ്റൽ റൈറ്റ് ഇരിക്കുന്നത്. അപ്പോൾ ഈ 14 മുതൽ 18 വരെയുള്ള കാര്യങ്ങൾ ഒന്നും കൂടെ സീരിയസ് ആയിട്ട് പറയുകയാണ്, ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക. ഈക്വൽ ബിഫോർ ലോ, നിയമത്തിന് മുൻപിൽ എല്ലാവരും തുല്യരാണ്. ദെൻ രണ്ടാമത്തത് വിവേചനമില്ലായ്മ അല്ലെങ്കിൽ വിവേചനം ഇല്ലാതാക്കുക, നോ ഡിസ്ക്രിമിനേഷൻ, അബോളിഷൻ ഓഫ് ഡിസ്ക്രിമിനേഷൻ. വിവേചനം മനസ്സിലായില്ലേ? സ്ത്രീ പുരുഷ വിവേചനം, അതുപോലെ തന്നെ റിലീജിയൻ്റെ പേരിൽ, മതത്തിൻ്റെ പേരിലും അതുപോലെ ജാതിയുടെ പേരിലൊക്കെ വിവേചനം, അത് 15. ദെൻ 16 എന്താണ്? ഈക്വൽ ഓപ്പർച്യൂണിറ്റി ഇൻ പബ്ലിക് അഫയേഴ്സ്. എന്താണ്? പബ്ലിക് അഫയേഴ്സിൽ എല്ലാവർക്കും ഈക്വൽ ഓപ്പർച്യൂണിറ്റി. ദെൻ 17 അബോളിഷൻ ഓഫ് അൺടച്ചബിലിറ്റി. 18 എഡ്യൂക്കേഷൻ, ഡിഫൻസ് എക്സെപ്റ്റ് ഡു നോട്ട് മെയ്ഡ് ആസ് സർനെയിംസ്. ഇപ്പം ഞാൻ ഓർത്ത് വെക്കണ ഇത് വെച്ചിട്ട് ഞാൻ പറയുകയാണ്, ഈക്വൽ ബിഫോർ ലോ. അതായത് നമ്മളെ ഒരു ദിവസം നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോയിട്ട് നമുക്ക് അവിടെ നമ്മുടെ തെറ്റോ നമ്മുടെ കുറ്റങ്ങളോ തെളിയിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ നമ്മുടെ ജീവിതം അവിടെ അവസാനിക്കും. ആസ് എ ഹ്യൂമൻ ബീയിങ് നമ്മുടെ ജീവിതം അവിടെ അവസാനിക്കും എന്ന് വെക്കുക. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം അല്ല ഉള്ളത് എങ്കിൽ നമുക്ക് ഇനി ജീവിക്കാനുള്ള എന്തുണ്ടാവും? ആയുസ് പിന്നെയും നീട്ടി കിട്ടും. കാരണം എന്താണെന്ന് വെച്ചാൽ ഈക്വൽ ബിഫോർ ലോ എന്ന് പറയുമ്പോൾ നമുക്കും നമ്മുടേതായിട്ടുള്ള എന്തുണ്ട്, നമ്മുടെ തെറ്റാണോ അല്ലെങ്കിൽ നമ്മൾ ചെയ്ത ശരി നമുക്ക് അവിടെ പ്രൂവ് ചെയ്യാനുള്ള ഒരു അവസരം കിട്ടുമെങ്കിൽ അത് നമുക്ക് എന്താണ്, ജീവിക്കാനുള്ള ഒരു അവകാശമാണ്. അപ്പോൾ അങ്ങനെ നമ്മുടെ ജീവിതം തുടങ്ങുകയാണ്. ജീവിതം തുടങ്ങുന്ന സമയത്ത് പിന്നെ പറയാം, നമ്മളൊരു പെണ്ണാണ്, ഞാനൊരു പെണ്ണാണ്, അത് കാരണം നമുക്കിനി ജീവിക്കാൻ പറ്റില്ല, നിനക്കിനി ജീവിക്കാൻ പറ്റില്ല കാരണം നീ ഒരു പെണ്ണാണെന്ന് പറയുകയാണെങ്കിൽ അപ്പോഴും എന്താവും? നമുക്ക് അവിടെ എന്തുണ്ടാവും? ഒരു തടസ്സം ഉണ്ടാവും. അപ്പോൾ രണ്ടാമത്തെ കാര്യം എന്താണ്? നോ ഡിസ്ക്രിമിനേഷൻ. ഫസ്റ്റത്തെ നമ്മളെ എന്ത് ചെയ്തു? നമ്മളെ ആദ്യം എന്തെങ്കിലും ചെയ്തു, നമ്മളെന്തെങ്കിലും ഒഫൻസ് ചെയ്തു പറഞ്ഞിട്ട് കൊണ്ടുപോകുമ്പോൾ നമുക്കങ്ങനെ പെട്ടെന്ന് നമ്മുടെ തെറ്റുകളൊന്നും പ്രൂവ് ചെയ്യുക അല്ലെങ്കിൽ നമ്മുടെ ശരിയൊന്നും പ്രൂവ് ചെയ്യാനുള്ള ഒരു സ്പേസ് ഇല്ലെങ്കിൽ നമ്മുടെ ജീവിതം അവിടെ തീർന്നു എന്ന് വിചാരിക്കുക. അത് കഴിഞ്ഞ് നമ്മൾ എങ്ങനെയൊക്കെയോ പുറത്തിറങ്ങി കഴിഞ്ഞിട്ട് പിന്നെയും സമൂഹം പറയണം, നീ ഒരു പെണ്ണായിട്ടല്ലേ നീ ഇങ്ങനെ പോയേ എന്ന് പറഞ്ഞിട്ട് അവിടെ എന്താവുകയാണെങ്കിൽ എന്താണ്, പിന്നെയും നമുക്ക് ജീവിക്കാനുള്ള അവകാശമില്ല. അപ്പോൾ അതിനും ഒരു ലൂപ്പ് ഹോൾ ഉണ്ട് നമ്മുടെ ഈ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ. അതെന്താണ്? നോ ഡിസ്ക്രിമിനേഷൻ. ആർട്ടിക്കിൾ 15 രണ്ടാമത് പറയുന്നു എന്താ? നോ ഡിസ്ക്രിമിനേഷൻ എന്നുള്ളത്. പിന്നെ 16 ആർട്ടിക്കിൾ 16 പറയണത് എന്താണ്? ഈക്വൽ ഓപ്പർച്യൂണിറ്റി ഇൻ പബ്ലിക് അഫയേഴ്സ്. നമ്മളിപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മളൊരു ജോലിക്ക് അപ്ലൈ ചെയ്യണം. ജോലിക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നീ ഒരു പെണ്ണായതുകൊണ്ട് നിനക്ക് ജോലി തരില്ല, അല്ലെങ്കിൽ നീ ഇങ്ങനെ ഒരു ഒഫൻസ് ചെയ്ത് നീ കോർട്ടിൽ പോയതുകൊണ്ട് നിനക്ക് ജോലി തരില്ല എന്ന് പറയുകയാണെങ്കിൽ അവിടെയും നമുക്ക് എന്തില്ല? രക്ഷയില്ല. അപ്പോൾ നമുക്ക് ജോലി ചെയ്യണം. അപ്പോൾ ജോലി ചെയ്യാനുള്ള റൈറ്റും എന്ത് തരുന്നുണ്ട്? കോൺസ്റ്റിറ്റ്യൂഷൻ തരുന്നുണ്ട്. ഇതെല്ലാം കഴിഞ്ഞു നമുക്ക് ജോലിയൊക്കെ കിട്ടി, ഇങ്ങനെയൊക്കെ നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ നമ്മളുടെ ഈ ലോസൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ജോലി കിട്ടിയെന്ന് വിചാരിക്കുക. അവിടെ ചെന്നിട്ട്
നീയിപ്പോൾ അങ്ങനെയല്ലേ, അത് കാരണം നിന്നെ തൊടാൻ പാടില്ല, അത് നിന്നിൽ നിന്ന് എല്ലാവരും അകന്ന് നിൽക്കുക, നമുക്ക് ഫ്രണ്ട്സ് ഇല്ല, കൊളീഗ്സ് ഇല്ല, കമ്പാനിയൻസ് ഇല്ല, ഒന്നും ഇല്ലാത്തൊരവസ്ഥ, ഒറ്റപ്പെട്ടൊരവസ്ഥ, അങ്ങനെയാണെങ്കിൽ എന്താ ചെയ്യുക? അപ്പോഴും എന്തുണ്ട്, നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷനിൽ അൺടച്ചബിലിറ്റി അബോളിഷ് ചെയ്തു എന്നുള്ള ഒരു ആർട്ടിക്കിൾ ഉണ്ട്. പിന്നെ 18ാമത്തെ എന്താ പറയണേ, എഡ്യൂക്കേഷൻ ഡിഫെൻസ് എക്സെപ്റ്റ് ഡു നോട്ട് മെയ്ഡ് ആസ് സർനെയിംസ്. അപ്പോൾ അതെന്താണ്? ചീത്തപ്പേര്, നല്ല രീതിയില്ല, നമുക്ക് ചീത്തപ്പേര്. അയ്യോ നമ്മളെ അങ്ങനെ വിളിക്കുകയാണ്, അങ്ങനെയല്ലേ, നീ അങ്ങനെയല്ലേ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അതായത് നീ അങ്ങനെ പോയതല്ലേ, കുറ്റവാളിയല്ലേ, നീ ഒന്നുമില്ലെങ്കിലും പെണ്ണല്ലേ, അങ്ങനെയൊക്കെ. സർനെയിംസ് എന്ന് പറഞ്ഞാൽ അതല്ല കേട്ടോ, തിരുമനസ് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, അതാണ്. പക്ഷേ ഞാനത് ഓർത്ത് വെക്കാൻ വേണ്ടി പറയുകയാണ്. നമ്മുടെ കൊളീഗ്സൊക്കെ നമ്മളെ അങ്ങനെ വിളിക്കുകയാണെങ്കിൽ അതിന് നമുക്ക് എന്തുണ്ട്, ഭരണഘടനയിൽ അവിടെയുണ്ട് പ്രൊവിഷൻ. എന്താണ്? ആർട്ടിക്കിൾ 18 എഡ്യൂക്കേഷൻ ഡിഫെൻസ് അതല്ലാതെ വേറെ ഏത് സർനെയിംസും ഉപയോഗിക്കാൻ പാടില്ല. അത് നമ്മൾ ഒറ്റയ്ക്ക് ഉപയോഗിക്കുന്നതാണ് എന്ത് സർനെയിംസ് എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ എന്താണ്, നമ്മളെ കൊളീഗ്സൊക്കെ ഹ്യൂമിലിയേറ്റ് ചെയ്യുകയാണെന്ന് വിചാരിക്കാം. ഓർത്ത് വെക്കാൻ വേണ്ടി മാത്രമുള്ള ട്രിക്സ് മാത്രമാണ് കേട്ടോ, അത് ഞാൻ ഉപയോഗിച്ചിരുന്നതാണ്. നിങ്ങൾക്ക് ഇത് അപ്ലിക്കബിൾ ആവുമോ എന്ന് എനിക്കറിയില്ല, പക്ഷേ ഞാനിത് പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ നമുക്കിന്ന് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഇവിടെ നിർത്താം. നമുക്ക് അടുത്ത വീഡിയോയിൽ ബാക്കി പറയാം. കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാം കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ തല പോകുകയും. അടുത്തത് നമുക്ക് പറയാനുള്ളത് ഏതാണ്? റൈറ്റ് ടു ഫ്രീഡമാണ്. അപ്പോൾ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മുടെ ഈ 6 ഓർത്ത് വെക്കാനുള്ളത് അപ്പം പറയാം. അപ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുള്ളത് കേൾക്കുമ്പോഴാണ് നമുക്ക് അവസാനം ഈസി ആയിട്ട് ഉള്ള കാര്യം പറയുമ്പോഴാണ് എന്താവുക, ഇങ്ങനെ സുഖമായിരുന്നല്ലേ, ഇത്ര സുഖമായിരുന്നല്ലേ തോന്നുക. അപ്പോൾ നമുക്കിതെല്ലാം കഴിഞ്ഞിട്ട് ലാസ്റ്റ് പറയാം ഇതിൻ്റെ എളുപ്പ വഴി. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ ഫണ്ടമെൻ്റൽ റൈറ്റ്സിലെ സെക്കൻഡ് ഫണ്ടമെൻ്റൽ റൈറ്റ് ആയിട്ടുള്ള റൈറ്റ് ടു ഫ്രീഡം നോക്കാം. അതുവരെ താങ്ക് യു.